കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും വിവാഹദിന വാർഷികത്തിൽ തന്നെ എല്ലാവരും അമ്പലത്തിലെത്തിയത് സോഷ്യൽ മീഡിയ വൈറലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയുള്ളൊരു പശുവിന് ഗോകുൽ ഭക്ഷണം കൊടുക്കുന്നതും എല്ലാവരും ശ്രദ്ധിച്ചു. അതുകഴിഞ്ഞ് അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും നടന്നു നീങ്ങുന്ന ഗോകുലിൻ്റെ ദേഹത്ത് കുത്തിയിരിക്കുന്ന ഒരു ടാറ്റുവാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്. സാധാരണ അമ്മയുടെയോ അച്ഛൻ്റെയോ ടാറ്റു, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെയോ ഭാര്യയുടെയും ടാറ്റു, ഇത്തരത്തിലാണ് പൊതുവെ ആളുകളുടെ ടാറ്റുവായി എല്ലാവരും സ്വീകരിക്കാറുള്ളത്. ഇപ്പോഴത്തെ ഗോകുൽ സുരേഷ് അണിഞ്ഞിരിക്കുന്ന ടാറ്റു അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവുമുണ്ട്. അതിൽ മരിച്ച ലക്ഷ്മി എന്ന ഇവരുടെ സഹോദരി കൂടിയുണ്ട് എന്നതാണ് എല്ലാവരുടെയും കണ്ണു നനയിക്കുന്ന ഒരു വിഷയം. എല്ലാവരുടെയും പേരിൻ്റെയും ആദ്യ അക്ഷരമാണ് ഗോകുൽ തൻ്റെ കയ്യിൽ ഇപ്പോൾ ടാറ്റു ചെയ്ത് എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ എസും രാധികയുടെ ആറിനും ശേഷം ലക്ഷ്മിയുടെ എല്ലാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുന്നത് എന്നത് വളരെയധികം എല്ലാവരെയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം തന്നെ സങ്കടമാവുകയും ചെയ്യുന്നു. ഇന്നും ആ കുടുംബം അതിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവർക്ക് ആദ്യം ജനിച്ച സഹോദരിയാണ് ലക്ഷ്മി. ഒരു കാർ അപകടത്തിൽ തന്നെ ലക്ഷ്മിയുടെ മരണം സംഭവിച്ചത് വളരെയധികം തന്നെ നിർണായകമായി ഇവരുടെ ജീവിതത്തിലെ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി രാധിക എന്ന തൻ്റെ ഭാര്യയെ പുറത്തെത്തിച്ചത്. തൻ്റെ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ഒരമ്മയ്ക്ക് അത് ഊഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരമ്മയ്ക്കും അത് ഊഹിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിച്ചിരുന്ന രാധികയ്ക്ക് എല്ലാ ആശ്വാസവുമായി എത്തിയത് ആദ്യം മകൻ ഗോകുൽ തന്നെയാണ്. പിന്നീട് ഭാഗ്യയും ഭവനിയും മാധവും എത്തി. എന്നിരുന്നാലും ഗോകുൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടുംബത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു മകനെന്ന് പലപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി മാത്രമല്ല, ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന പലരും അത് പറഞ്ഞിട്ടുണ്ട്. ഗോകുലിന് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെയുണ്ട്. അത് പ്രേക്ഷകർ ഇതിനു മുൻപും ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊരു പ്രത്യേക സ്നേഹം പുലർത്തുന്ന വ്യക്തി തന്നെയാണ് ഗോകുൽ എന്ന് തന്നെ എടുത്തു പറയുന്നു. അതുകൊണ്ടാണല്ലോ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേര് കയ്യിൽ കുത്തിയത്. ലക്ഷ്മിയെപ്പോലും മറക്കാതെ ഗോകുൽ അത് ചെയ്തതിൽ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് കയ്യിൽ എഴുതിയിരിക്കുന്ന ഈ ആൽഫബറ്റ്സ് എന്നായിരുന്നു ആദ്യം എല്ലാവരും നോക്കിയത്. പിന്നീടാണ് അത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഞെട്ടിയത് ലക്ഷ്മിയുടെ പേര് കൂടി എഴുതിയതാണ്. മരിച്ചുവെങ്കിലും ജനിച്ചിരുന്നു അവൾ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി കുറേയധികം നാൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുകളിൽ നിന്ന് സംരക്ഷണത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളിൽ എത്തിക്കുന്നതും അവൾ തന്നെയാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകളുടെ പേരിൽ ഇപ്പോഴും ചാരിറ്റബിൾ ട്രസ്റ്റ് സുരേഷ് ഗോപി മുടങ്ങാതെ കൊണ്ടുപോകുന്നതെന്നും നമുക്കറിയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.